ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് ഡിഷാണ്, ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഈ ചെമ്മീൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനെഗർ എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. എടുത്തു വെച്ച പൊടികളെല്ലാം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിനെഗർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിലെല്ലാം മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് ഇനി നമുക്കിതിൽ ബാക്കി വേണ്ട ചേരുവകളെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പച്ചമുളക്, കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് തേങ്ങ ചിരവിയെടുത്തത്, ഉപ്പ്, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചെടുത്തത്. എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് ഒന്ന് മീഡിയം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്നില്ല എല്ലാവർക്കും. ഈ പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പാനിലേക്ക് തേങ്ങ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ നന്നായി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീൻ ചേർക്കാം. ഇനി കുറച്ച് ഗരം മസാല, പിന്നെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്